നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കന്യാസ്ത്രീമാർക്ക് 9 ദിവസത്തിന് ശേഷം മോചനം സാധ്യമായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് എല്ലാ പ്രതിനിധികളും ചേർന്ന് ആ കന്യാസ്ത്രീമാരെ സ്വീകരിക്കുന്നത്. 3 ദിവസം മുമ്പേ ഇവിടെ ഒരു ഡ്രാമയോ ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല. നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. നല്ലൊരു സന്തോഷ ദിവസമാണ്. എനിക്ക് ഈ 9 ദിവസക്കാലം ഈ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് ഇവർ ഇന്ത്യയോട് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അല്പ ഉളുപ്പുണ്ടെങ്കിൽ BJP നേതാക്കന്മാർ ഇന്ന് ജയിലിൽ വന്ന് അവരെ കാണില്ല. 2 കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത്? എങ്ങനെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലേ? യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല. അസാമാന്യമായ തൊലിക്കട്ടിയാണ്. കുറച്ചു ദിവസം മാത്രമേ രാഷ്ട്രീയ വിചാരത്തിലായിട്ടുള്ളൂവെങ്കിലും അസാധാരണ തൊലിക്കട്ടിയുള്ള ഒരാളാണെന്ന് അദ്ദേഹം തെളിയിച്ചത്. ഇവിടുത്തെ സർക്കാർ പറഞ്ഞ മനുഷ്യക്കടത്താണെന്നും അതോടൊപ്പം തന്നെ മത പരിവർത്തനവുമാണെന്നല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞു. എന്തിനാണ് ഇവിടുത്തെ MP പാർലമെന്റിനകത്ത് പറഞ്ഞത്? എന്താണ് ഇത്രയും വലിയൊരു പ്രതിഷേധം കേരള സമൂഹം മുഴുവൻ ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത്. നമസ്കാരം. കോടതി അനുമതിയില്ലാതെ രാജ്യം വിടാൻ പാടില്ല. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനോ പരസ്യ പ്രസ്താവനകളോ പാടില്ല. തെളിവുകൾ നശിപ്പിക്കുകയോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യാൻ ശ്രമിക്കരുത്. അന്വേഷണം നടക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഒടുവിൽ 9ാം നാൾ ജാമ്യം കിട്ടിയെങ്കിലും ഈ പറഞ്ഞതൊക്കെയാണ് ഉപാധികൾ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഒന്നും അറിയാതെ തീവണ്ടി ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടന്നുപോയ 2 കന്യാസ്ത്രീകളുടെ ജീവിതം ഇപ്പോൾ എന്തായി? ഇനി ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ സുവിശേഷം നടത്തണമെങ്കിൽ പാസ്പോർട്ട് അടിയറവ് വയ്ക്കണം. 50,000 രൂപയുടെ ആൾ ജാമ്യത്തിന് തയ്യാറാകണം. അവരെ ഉപദ്രവിച്ച ഭീകരവാദികൾക്ക് ഒപ്പം സർക്കാരുകളുണ്ട്. കേട്ടാൽ അറയ്ക്കുന്ന തെറിയും പീഡനവും ദേഹോപദ്രവവും ഏൽക്കേണ്ടി വന്ന പാവം അമ്മമാർ 9 രാവും പകലും തണുത്ത തറയിൽ കിടന്ന് ദിവസങ്ങൾ തള്ളി നീക്കിയപ്പോൾ സേനകളും സംഘികളും ആക്രോശങ്ങളും ആഘോഷങ്ങളും നടത്തി. മുക്കിയും മൂളിയും കേരളത്തിലെ അരമനകൾ കയറിയിറങ്ങി കിട്ടിയ തൃശ്ശൂർ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ഇറങ്ങി നാടകം കളിച്ച രാജീവ് ചന്ദ്രശേഖർ സംഘവും ഇന്ന് തട്ടിവിടുന്നത് കേട്ടു നാടകം കളിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ എന്ന്. അപ്പോഴും അധിക്ഷേപം തുടർന്ന ജോർജ് കുര്യൻ അമിത്ഷാ പറഞ്ഞ വാക്ക് പോലും കാറ്റിൽ പറത്തി കന്യാസ്ത്രീകളെ കോടതിയിലും കാർട്ടൂൺ വരച്ചും അപഹസിച്ചവർ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതോടെ എല്ലാം അവസാനിച്ചു. പാവങ്ങളോട് കരുണ കാട്ടും മുൻപ്, ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യും മുൻപ് ഇനി ഏതൊരു കന്യാസ്ത്രീ അമ്മയും ഒരു നിമിഷം ആലോചിക്കേണ്ടി വരും. അതാണ് ബജ്രംഗ് ദളും മറ്റ് സംഘപരിവാറുകാരും ഇപ്പോൾ ഉദ്ദേശിച്ചത്. BJP സർക്കാർ അത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് വൈദിക സമൂഹത്തെ പണ്ടേ അകത്താക്കാൻ പ്രയത്നിച്ച ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനും അവരുടെ ദേശീയ നേതാക്കൾ രാഹുലും പ്രിയങ്കയും അടങ്ങുന്ന ഹൈക്കമാൻഡിനും ഒന്നും പറയാനില്ലേ? കേരളത്തിലെ കോൺഗ്രസ് MP-മാർ ഫോട്ടോ എടുത്ത് കേക്ക് മുറിച്ചാൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമാകുമോ? ആശ്വസിക്കാൻ നേരമായോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, BJP സഹയാത്രികൻ ഷാബു പ്രസാദ്, അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധി റിജു കാഞ്ഞൂക്കാരൻ, ഒപ്പം രാജസ്ഥാനിൽ കേസെടുത്തിട്ടുള്ള പാസ്റ്റർ തോമസ് ജോർജിനെയും അല്പസമയം നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം റിജു കാഞ്ഞുക്കരൻ, താങ്കളിലേക്കാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത്? ഇങ്ങനെ മതിയോ ഇനി ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ പോക്ക്? ഈ ജാമ്യം കിട്ടലായിരുന്നോ ഏറ്റവും വലിയ കാര്യം? ജാമ്യം കിട്ടിയതൊക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ സഭയിൽ നിന്ന് ഞങ്ങളോട്
ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് നടത്തിക്കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജാമ്യം ഞങ്ങൾ തന്നതുപോലെ എന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ, മറ്റുള്ളവരൊക്കെ നാടകം നടത്തുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇത് ഈ ജാമ്യം കൊണ്ട് തീർന്നോ? ഒരിക്കലുമില്ല. ജാമ്യം കിട്ടുക എന്നതല്ലല്ലോ പ്രശ്നം. കെട്ടിച്ചമച്ച കള്ളക്കേസിൽ കുടുക്കി 9 ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ട 2 അമ്മമാർ, അവരുടെ ജാമ്യ വ്യവസ്ഥകൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അവർ 50,000 രൂപ ബോണ്ടിലിറങ്ങുന്നു, അവരുടെ പാസ്പോർട്ട് കെട്ടിവയ്ക്കുന്നു, 2 ആഴ്ച കൂടുമ്പോൾ NIA കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നു. ആ കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്ത് പ്രതിഷേധവും ഇവിടെ നിരന്തരമായ ബന്ധപ്പെടലുകളും നടത്തിക്കൊണ്ടിരുന്ന വിശ്വാസ സമൂഹം മാത്രമല്ല, രാഷ്ട്രീയ ബന്ധം LDF ആയാലും UDF ആയാലും എല്ലാവരും തന്നെ ശക്തമായ രംഗത്ത് വന്നതിനെ തുടർന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം വേട്ടക്കാരൻ പറയുന്നു ഞങ്ങളാണ് ജാമ്യം കൊടുത്തതെന്ന് പറയുന്നത്. വേട്ടക്കാരൻ തന്നെയാണ് ജാമ്യം കൊടുത്തത് എന്നാണ് പറയുക. ഇവിടുത്തെ അമിത്ഷാ പറഞ്ഞ വാക്ക് അനുസരിച്ചു പാലിച്ചു എന്ന രീതിയിൽ ഇവിടുത്തെ മെത്രാൻ സംഘത്തിലെ ചില മെത്രാന്മാരും ഇന്ന് ചില കമൻറ്റുകൾ പറയുന്നുണ്ടായി. അതിനെതിരെയും ഞങ്ങൾക്ക് നിലപാടുണ്ട്. കാരണം ഒരു അമിത്ഷാ പറഞ്ഞാൽ കേൾക്കുന്ന, അല്ല അമിത്ഷാ പറഞ്ഞതുകൊണ്ട് ജാമ്യം കൊടുക്കുന്ന ജഡ്ജാണോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഭരിക്കേണ്ടത്? അമിത്ഷാ പറഞ്ഞതുകൊണ്ട് ജാമ്യം കൊടുത്തു, അല്ല അമിത്ഷാ നാളെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്? ഈ സിസ്റ്റേഴ്സ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച്, ആരാണ് അവർക്കെതിരെ കേസെടുത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കാം. ഇവർക്കെതിരെ ആൾക്കൂട്ട വിചാരണ നടക്കുകയാണ് ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ. പോലീസ് കൈകെട്ടി നോക്കി നിൽക്കുന്നു. വെറും 3 പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു FIR ആദ്യമേ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR കൊണ്ട് ഇവരെ അധികകാലം പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞ് പുതിയൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ ഹ്യൂമൻ ട്രാഫിക് ഉൾപ്പെടെയുള്ള നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുമ്പോൾ, ലേഡീസിൻ്റെ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും കണക്ട് ചെയ്യപ്പെടുക പ്രോസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ്. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലേക്കാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ സിസ്റ്റേഴ്സ് അവിടെ ഈ കുട്ടികളുമായി കാണുന്നത് ആദ്യമായിട്ട് ആ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. കാരണം ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി, അവർക്കുടെ നാട്ടിലുള്ള മറ്റു 2 കുട്ടികൾക്ക് ഇത്തരത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അവരുടെ അവസ്ഥ അത്ര ദയനീയമാണ് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെ ജോലിക്കായി കൊണ്ടുപോകാൻ തന്നെ വന്നത്. ആ ജോലിക്കായി കൊണ്ടുപോകാൻ വരുന്ന 2 കുട്ടികളെ ക്രൈസ്തവ കന്യാസ്ത്രീകൾ ആ ഉടുപ്പ്, അവരുടെ സഭാവസ്ത്രം ധരിച്ചെത്തിയത് കൊണ്ട് മാത്രം അവരെ വളഞ്ഞു വെച്ച് പരസ്യ വിചാരണ നടത്തുകയാണ്, സദാചാര പോലീസിങ്. അതിനുശേഷം പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് പോലീസല്ല ചോദ്യം ചെയ്യുക, അവിടുത്തെ ബജ്രംഗദളിന്റെ നേതാവാണ്. അവരെ അടിക്കുന്നു, മർദ്ദിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നതനുസരിച്ച് മൊഴി മാറ്റി പറയണമെന്ന് പറയുന്നു. ഒരു കുട്ടി പേടിച്ച് മൊഴി മാറ്റി പറയേണ്ടി വരുന്നു. അതിനുശേഷം ആ കുട്ടി വീട്ടിൽ ചെന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, അതിൻ്റെ രേഖകൾ കൊടുക്കുന്നു, ഞാൻ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് ജോലിക്ക് പോകുന്നത്, അതിൻ്റെ രേഖകൾ കൊടുക്കുന്നു. ഇതെല്ലാം കൃത്യമായി പുറത്തു വന്നതിന് ശേഷം ഇവർ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കും മതപരിവർത്തനവും, ഇവർ ക്രൈസ്തവ CSI വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്, അതുകൊണ്ട് മതപരിവർത്തനം എന്ന കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ BJP നേതൃത്വം വേട്ടക്കാരൻ്റെ റോളിൽ അവരുടെ BJPയുടെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് BJPയുടെ പോഷക സംഘടന, സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ അകത്താക്കപ്പെട്ട കന്യാസ്ത്രീകളെ രംഗത്തിറക്കാൻ അവർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങളാണ് ഇത് പുറത്തിറക്കിയത്, അമിത്ഷാ MP മാർക്ക് നൽകിയ ഉറപ്പിന്റെ ബലത്തിലാണ് പുറത്തിറക്കിയത് എന്ന് പറയുന്നത് വേട്ടക്കാരൻ ആ വേട്ടയാടി കിട്ടിയ ബലിമൃഗത്തെ ഭക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പുറത്ത് കതക് തുറന്ന് വിട്ടതിന് തുല്യം മാത്രമാണ്. ശരി, റിജു കാഞ്ഞുകാരൻ, ഞാൻ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് അന്വേഷിക്കേണ്ടതും. അപ്പോൾ ഈ നാടകം കളിച്ചത് ആരാണെന്നാണ് ഷാബു പ്രസാദ്. നോക്കൂ, നാടകം കളിച്ചവരാണ് ഈ ജാമ്യം കിട്ടുന്നതിന് താമസമുണ്ടാക്കിയത് എന്ന്
ഇന്ന് ദുർഗ് ജയിലിന് പുറത്ത് വെച്ച് രാജീവ് ചന്ദ്രശേഖർ, ജയിലിന് പുറത്തല്ല കോൺവെൻറ്റിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു, അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടായിരുന്നു, അവിടെ പാഞ്ഞെത്തി ഈ രീതിയിൽ ഞങ്ങൾ ഇവരെ സഹായിച്ച് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു എന്നൊക്കെ ക്രെഡിറ്റ് അടിക്കാൻ അതിനുള്ള ഉളുപ്പുണ്ടോ എന്നാണ് മറ്റുള്ള പ്രതിപക്ഷ MP-മാരൊക്കെ ചോദിച്ചത്. സത്യത്തിൽ ആ ചോദ്യത്തിൽ വലിയ അർത്ഥങ്ങളില്ലേ? ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അകത്താക്കിയിട്ട് ഇപ്പോൾ ഞങ്ങളാണ് പുറത്താക്കിയത് എന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വോട്ട് പോകുമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞതിന്. ലാലെ, നിങ്ങളുടെയൊക്കെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. അത് തൽക്കാലം അതിനോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. ആ കന്യാസ്ത്രീകൾ കുറെ ദിവസം കൂടെ അതിൻ്റെ അകത്ത് കിടന്ന് അത്രയും ദിവസം ഇവിടെ കിടന്ന് ഈ കേരളത്തിലും അവിടെ ഇവിടെ കിടന്ന് കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി മാക്സിമം അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ച് അതെല്ലാം ചീറ്റിപ്പോയതിൻ്റെ ആ ഒരു വിഷമം സ്വാഭാവികമാണ്. പിന്നെ താങ്കൾ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചത്, അത് താങ്കൾ ആദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ സഭാ നേതൃത്വത്തിനോടാണ്. താങ്കൾ ചോദിക്കുമോ? കാര്യം ഇതിനവർ ഏറ്റവും അധികം ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനോടും BJP-യോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അവരോടൊക്കെ തന്നെയാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഈ നായ ചന്തയ്ക്ക് പോയ മാതിരി അവിടെ ചെന്ന് കിടന്ന് കുറെ ഷോ കാണിച്ച ബ്രിട്ടാസിനോടും കൂട്ടുകാരോടും ഒന്നും അല്ല. ഇനിയിപ്പോ നമുക്ക് ആ പഴയ പഴഞ്ചൊല്ലൊന്ന് മാറ്റി പറയാം. ഈ നായ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഒന്ന് മാറ്റിയിട്ട് ബ്രിട്ടാസ് ഛത്തീസ്ഗഡിൽ പോയി ആ ഇതിലേക്ക് നമുക്കൊന്നും അല്ല. ഇന്ന് ബ്രിട്ടാസ് മാത്രമല്ല, ബ്രിട്ടാസ് അവിടെ 2-3 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ ഇന്നിപ്പോ എത്തിയ വേറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർ എന്തിനായിരുന്നു അവിടെ പോയത്? BJP പിടിച്ച് അകത്തിട്ട ആളെ എന്ത് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയത്? മറ്റുള്ളവർ പോയതിന് പ്രതിപക്ഷത്താണെങ്കിലും എന്നെങ്കിലും പറയാം. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനും അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയാം. പക്ഷേ അകത്തിട്ടവർ അവിടെ പോയത് ഏതാണ്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലത്തെ അവസ്ഥയല്ലേ? അല്ല അതെന്താ നമുക്കറിയാതെ. അല്ല, ഞാനതല്ല പറഞ്ഞേ. നിങ്ങൾ ഈ ചോദ്യങ്ങൾ എന്താണ്? നിങ്ങൾ ഈ സഭാ നേതൃത്വം ഇവിടുത്തെ ഈ അച്ഛന്മാരും ഒക്കെ എന്തിനാണ് ഈ BJP-യോട് നന്ദി പറയുന്നത്? നിങ്ങൾ അവരുടെ ആ നാടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ ജോൺ ബ്രിട്ടാസും ഞങ്ങൾ ഇടതു വലതും ഇവര് അല്ലേ അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്? ഞങ്ങളുടെ ആ പ്രക്ഷോഭത്തിന്റെ ആ മഹത്വം കണ്ട് ഭയന്ന് നിലവിളിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവിടെ ജാമ്യം കിട്ടാനുള്ളത്? ഇതൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? സഭയുടെ നേതൃത്വം മാത്രമല്ലല്ലോ സാർ. സഭയുടെ നേതൃത്വം അങ്ങനെ പറഞ്ഞത് എന്താണല്ലോ നമുക്ക് ചോദിക്കാം. അവർ രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു പൊതു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരോടും അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സഭയിലെ വിശ്വാസികളുണ്ടല്ലോ, ഈ വിശ്വാസികളായിട്ട് ആളുകളുടെ പ്രതിനിധികളൊക്കെ ചർച്ചയിൽ വരുന്നുണ്ടല്ലോ. ഇപ്പൊ റിജു പറഞ്ഞത് കേട്ടല്ലോ. അല്ല, ഞാനതല്ല പറഞ്ഞേ. ഇവർ പേരെടുത്ത് നന്ദി പറഞ്ഞ തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞത് സഭ ഞങ്ങളോട് സഹായം ആവശ്യപ്പെട്ടു, അതിനനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തത്. അദ്ദേഹം പബ്ലിക്കായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സഭാ നേതൃത്വം നിഷേധിച്ചോ? ഇല്ലല്ലോ. സഭാ നേതൃത്വം BJP നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ സഹായിക്കണം. അതായത് വേറെ ആരോട് പറയാൻ? അതായത് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ CPM-ന്റെ MP-യോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരൊന്നും അല്ലല്ലോ ഇത് പിടിച്ച് അകത്തിട്ടത്. അകത്തിട്ടവരോടല്ലേ അപേക്ഷിക്കാൻ പറ്റൂ പുറത്തിറക്കി വിടാൻ. അപ്പം കൈരളി ന്യൂസ് ഇരുന്ന് ലാല് തന്നെ പറയുകയാണ് CPM-നെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ഒരു ചുക്കിനും ചുണ്ണാമ്പും ഈ കാര്യം പറ്റില്ല. കന്യാസ്ത്രീകളെ പിടിച്ച് അകത്തിടാൻ അവരെ കൊണ്ട് പറ്റില്ല. CPM-നെ കൊണ്ടൊന്നും ഈ കന്യാസ്ത്രീകളെ പിടിച്ച് അകത്തിടാൻ പറ്റില്ല. അതിന് ഈ പറഞ്ഞ പോലെ BJP-ക്കേ പറ്റൂ. ഇങ്ങനെ സെൽഫ് കോൾ അടിക്കല്ലേ ലാലെ, നിങ്ങളെ കൊണ്ട് വായ്ത്താളം അടിക്കാനേ കൊള്ളുള്ളൂ എന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ ഈ വിളിച്ച് ലോകത്തിനോട് പറയല്ലേ? അത് കഷ്ടമാണത്. എനിക്ക് തന്നെ നിങ്ങളോട് സഹതാപം തോന്നുന്നു. ശരി, ഞാൻ അപ്പോൾ അങ്ങയിലേക്ക് ഒന്ന് വരാം. ഞാൻ പ്രകാശൻ മാഷോട് ചോദിക്കട്ടെ. പ്രകാശൻ മാഷ്, നിങ്ങൾ ഇത്ര കഴിവ് കിട്ടവരാണോ? ഈ കന്യാസ്ത്രീകളെ അകത്താക്കാൻ നിങ്ങൾക്കാവില്ല, പുറത്തിറങ്ങുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ടാകുകയുള്ളൂ? പ്രകാശൻ മാഷ്. കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ സംഘപരിവാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പൊതുവിലും അതുപോലെ ക്രിസ്ത്യാനികളെ വിശേഷിച്ചും അവർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത് യാദൃച്ഛികമാണ് എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്നത്. അത് അവരുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് അവരുടെ ഗുരു ഗോൾവാൾക്കർ തന്നെ 3 ആഭ്യന്തര ശത്രുക്കളിൽ ഒരു വിഭാഗമായി നേരത്തെ തന്നെ ക്രിസ്ത്യാനികളെ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങൾ എത്രമാത്രം ഗൗരവമായിട്ടാണ് കഴിഞ്ഞ 11 വർഷക്കാലമായി നടക്കുന്നതെന്ന് ക്രിസ്തീയ സംഘടനകൾ തന്നെ തികച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം അവരുടെ ദേശീയ സംഘടനയാണ്.
അവർ പറഞ്ഞിരിക്കുന്നത് 10 വർഷം മുമ്പുള്ളതിൻ്റെ ഈ 5 ഇരട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. പ്രതിദിനം ഇന്ത്യയിൽ 2 ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നത് അവരാണ്. 2017 ഔദ്യോഗിക കണക്കനുസരിച്ച് 127 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നതെങ്കിൽ അത് 2024 900-ൽ മേലെയാണ്. മണിപ്പൂർ ഇവിടെ അതിന് പുറമെയാണ്. അവിടെയാണല്ലോ 200-ലേറെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്രൂരമായ നിലക്ക് തകർക്കപ്പെടുന്ന നിലയുണ്ടായത്. ഇപ്പോൾ ക്രിസ്ത്യാനികളോട് എന്താണ് RSS സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഇപ്പോൾ ശ്യാമപ്രസാദിന് അറിയില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ഓർഗനൈസർ വായിച്ചു നോക്കണം. ഓർഗനൈസറിനകത്ത് കൃത്യമായ നിലക്ക് ഇടപെട്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ലേഖനങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ പാമ്പ്ളാനി പുരോഹിതൻ ഉൾപ്പെടെ പറഞ്ഞു ഇവിടെ നിയമം കയ്യിലെടുത്ത് ആൾക്കൂട്ടാക്രമണം നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ആൾക്കൂട്ടാക്രമണം എവിടെയാണ് നടക്കുന്നത്? BJPയുടെ ഗവൺമെൻറ് എവിടെയെല്ലാം ഏതെല്ലാം സംസ്ഥാനത്തുണ്ടോ അവിടെയെല്ലാം ആൾക്കൂട്ടാക്രമണം നടക്കുകയാണ്. അത് യാദൃച്ഛികമല്ല, അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രകടനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘടിതമായ നിലക്കുള്ള ആൾക്കൂട്ടാക്രമണം നടക്കുന്നത്. ഇവിടെയും ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? ഛത്തീസ്ഗഡിൽ അവിടെയും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നത് ഇതേ കാര്യമാണ്. ബജരംഗ് ദളുകാർ ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ്, അവരെ പരിശോധിക്കുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്, അവർ പെറ്റീഷൻ കൊടുക്കുകയാണ്. അതിന് അനുസരണമായിട്ട് അവിടുത്തെ പോലീസ് പെരുമാറുന്നു. അതല്ലേ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ആളുകളെല്ലാം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ അന്യായമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടാക്കിയത്? ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന FIR-ൽ മാറ്റം വരുത്തിയിട്ട് ജാമ്യം കിട്ടാത്ത മനുഷ്യ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാ ചേർത്തത്? BJPയുടെ ഗവൺമെൻറ്, BJPയുടെ പ്രോസിക്യൂട്ടർമാരല്ലേ അതിനുവേണ്ടി വാദിച്ചത്? ഇന്നലെ വരെ കൊടുത്തിരിക്കുന്ന എല്ലാ ജാമ്യാപേക്ഷയും എതിർത്തത് അവിടുത്തെ പോലീസാണ്, അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. രണ്ടും നയിക്കുന്നത് BJP ആണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം വന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതുണ്ടായിരിക്കുന്നു. എന്താ ഈ നിയമത്തിൻ്റെ ആധാരം? ഇവിടെ ക്രിസ്ത്യാനികൾ ആളുകളെ മതം മാറ്റുന്നു എന്നതിൻ്റെ പേരിലാണല്ലോ BJP ഗവൺമെൻറ്റുകൾ ഈ മതപരിവർത്തന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ മേലെ തന്നെയല്ലേ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളോടും അവരുടെ മതമേലധ്യക്ഷന്മാരോടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ പാത്രങ്ങളോടും സ്വീകരിക്കുന്ന നിലപാട് പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്താണല്ലോ കേരളത്തിലെ പാലക്കാട് നല്ലേപ്പള്ളി UP സ്കൂളിൽ അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന കുട്ടികളെ പുറത്തുനിന്നുള്ള RSSകാർ വന്ന് ആക്രമിച്ചത്. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണ്. ചിറ്റൂരിലെ തത്തമംഗലം ചെന്താപുരം GBUP സ്കൂളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ തീർത്ത പുൽക്കൂട് ആരാ തകർത്തിരിക്കുന്നത്? ഈ പറഞ്ഞ RSSകാരല്ലേ. അപ്പോൾ എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ കൃത്യമായ നിലക്ക് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ചില ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്ക് എന്തുകൊണ്ട് ആ കാര്യം അറിയുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനാവുന്നല്ല. ഇപ്പോൾ ഇന്നും ഈ പറയുന്ന പോലെ ഞങ്ങൾ BJPയെ കുറ്റം പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകമായി പറയാൻ ഞങ്ങൾ സന്നദ്ധമല്ല. ഞങ്ങളോട് നടത്തിയിരിക്കുന്ന വാഗ്ദാനമെല്ലാം തന്നെ അമിത്ഷാ പാലിച്ചു എന്നെല്ലാം പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത്ര ഗുരുതരമായൊരു സന്ദർഭത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് അവർ മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അന്യായമായ നിലക്ക് 2 കന്യാസ്ത്രീകളെയും അവരുടെ കൂടെയുള്ള 3 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുക, നിരന്തരമായിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക, 9 ദിവസക്കാലം അവരെ ജയിലിൽ കിടത്തുക, എന്നിട്ട് അവസാനം ഇപ്പോൾ ജാമ്യമില്ലാതെ ഒരുപാട് കാലം ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? കേസ് അതുപോലെ നിൽക്കുകയാണ്. വകുപ്പുകളിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ തികഞ്ഞ അന്യായമാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ നിലക്ക് തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് സംഘപരിവാര ശക്തികളുടെ BJPയുടെ RSSന്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് മതവിദ്വേഷം, ന്യൂനപക്ഷ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ ആക്രമണത്തിൻ്റെ ഈ ഭാഗം തന്നെയാണത്. ആ സംഭവങ്ങളെ ഒടുവിലത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ ദുർഗാ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. അതിന് ആ നിലക്കാണ് കാണേണ്ടത്, അല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അന്യായമാണ് എന്ന് പറയാൻ അദ്ദേഹം സന്നദ്ധായോ? ജാമ്യാപേക്ഷ തന്നെ തെറ്റാണ് എന്ന് പറയാൻ കേന്ദ്രമന്ത്രിയല്ലേ മുന്നോട്ടേക്ക് വന്നത്? പിന്നെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ആളുകളും പറയുന്നതിന് കാരണമുണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാമല്ലോ ഇവിടെ തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള വിജയം ഇവിടെ ഇവരുമായി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ആ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് വന്നപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്ന കാര്യമാണ്. എത്ര നിർലജ്ജമായ നിലക്കാണ് ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം എന്നുള്ളത് നമ്മൾ കാണുകയാണല്ലോ. ഒരു ഭാഗത്ത് പുൽക്കൂട് ആക്രമിക്കുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു, പള്ളികൾ പൊളിക്കുന്നു. ഇവിടെ അവർക്ക് ഈ പറയുന്ന ലഡു കൊടുക്കുന്നു, അവരുടെ അരമനകൾ സന്ദർശിക്കുന്നു, അവരുമായി സൗഹൃദമുണ്ടാക്കുന്നു, നിങ്ങൾ റബ്ബറിന് വില കൂട്ടിയാൽ MP-മാരെ തരാമെന്നുള്ള വാഗ്ദാനം വാങ്ങുന്നു. ഇതെല്ലാം അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും എന്നുള്ളത് കോൺഗ്രസും അതുപോലെ BJPയും എല്ലാം മനസ്സിലാക്കി നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ കാര്യത്തിൽ പറയൂ. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ദിവസേന പല
ആക്രമണങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മളോടൊപ്പം രാജസ്ഥാനിൽ പാസ്റ്ററായിട്ടുള്ള ശ്രീ തോമസ് ജോർജ്, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിന് മുമ്പ് പാസ്റ്റർ തോമസ് ജോർജ്, ഞാൻ അങ്ങയിലേക്ക് ഉള്ള ചോദ്യം തരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൂടി എടുത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് ഉടനെ വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കേരളത്തിലെ MP-മാർ ഉൾപ്പെടെ ഇന്ന് ദുർഗിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വലിയ ചോദ്യം ഉയരുന്നത്, നിങ്ങളുടെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു പ്രതിഷേധം നടത്താൻ, അവിടെ നിങ്ങളെയൊക്കെ സഹായിക്കാൻ, അവരെ കന്യാസ്ത്രീകളെ ഒന്ന് പോയി കാണാൻ, അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ, ഇതൊക്കെ ഛത്തീസ്ഗഡിൽ തന്നെ നിങ്ങൾക്ക് ഘടകമുണ്ടല്ലോ. നിങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ. എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഉൾപ്പെടെ അതിന് നിർദ്ദേശം നൽകുന്നില്ല? ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നില്ല. ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ ആകാതെ പോകുന്നത്? ലാൽ, ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പ്രിയപ്പെട്ട ലാൽ, അതുപോലെ നിങ്ങൾ ഇത്ര തരം താഴരുത്. ഒരു റിക്വസ്റ്റ് ആണ്. നമ്മൾ ഈ അതിർത്തിക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് CPM വിരോധം ഇല്ല. അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഒറ്റ വികാരമേ ഉള്ളൂ. ആ വികാരം ഇന്ത്യയുടെ ദേശീയതയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചാബല്യത്തിന്റെ ചോദ്യങ്ങളുമായിട്ട് ഇതുപോലെ ഒരു ചർച്ചയിലേക്ക് കടന്നു വരരുത്. നിജേഷ് അരവിന്ദ്, അല്ല ഒരൊറ്റ മിനിറ്റ്, അത് വലിയ മോശമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ വല്ലാതെ തരംതാണ രീതിയിൽ അങ്ങയോട് സംസാരിച്ചു എന്ന് അങ്ങ് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മുടെ പാവപ്പെട്ട മലയാളികളായ കന്യാസ്ത്രീകൾ അവിടെ ദുർഗിൽ ഈ വേദന അനുഭവിച്ച് 9 നാൾ കിടന്നിട്ട് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി ഒന്ന് പ്രതികരിക്കുകയോ അവിടെ പോയി അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചത് ഞാൻ തരംതാണ ചോദ്യമാണോ താങ്കളോട് ചോദിച്ചത്? ലാൽ തരംതാണ ചോദ്യമാണ്. എന്തുകൊണ്ട് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളിൽ മുഴുവനായിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പ്ലക്കാർഡ് ഉയർത്തിയ പ്രിയങ്ക ഗാന്ധി, ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം നിരന്തരമായിക്കൊണ്ട് ആ പ്രദേശത്ത് കോടതിയിലും ജയിലിലും നിൽക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അതിനാവശ്യമായ നടപടി എടുക്കുമ്പോൾ കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയാണ്. നിങ്ങൾ ആലോചിക്കും, അവിടെ പലരും ഉണ്ടായിരുന്നു, MP-മാരായ പലരും അവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലെ MLA-മാരുണ്ടായിരുന്നു, ഇവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് ഛത്തീസ്ഗഡില് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ? അവിടെ ബജ്രംഗ് ദളിനെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? അവിടെ ശക്തർ നിങ്ങളല്ലേ കഴിഞ്ഞ വർഷം വരെ അവിടെ ഭരിച്ചത്. ഇപ്പോൾ നിങ്ങളല്ലേ പ്രതിപക്ഷം. നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി അവിടെ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ബജ്രംഗ് ദളിനെതിരെ അവിടെ ഒരു പ്രതിഷേധം നടത്തിയില്ല? നിങ്ങൾ ഇവിടെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ റോഡിൽ ഇറങ്ങി കലാപം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് എവിടെ? അവിടുത്തെ രാഹുൽ മാങ്കൂട്ടം എവിടെ? അവിടുത്തെ VD സതീശൻ എവിടെ? പറഞ്ഞോളൂ, ഉത്തരവില്ലേ? ഉത്തരവില്ല. ഞാൻ അവസാനത്ത് കേട്ടില്ല. ഞാനത് ഒന്നുകൂടെ പറയണോ? ഞാൻ അത്രയ്ക്ക് തരം താഴാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾക്ക് മനസ്സിലായി? വേണ്ട, ഞാൻ എന്റെ ഈ ചർച്ചയുടെ ഫോക്കസ് തന്നെ മാറിപ്പോയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഇതൊരു കോൺഗ്രസ് CPM യുദ്ധമാക്കി മാറ്റാൻ ഞാൻ എന്തായാലും ആഗ്രഹിച്ചില്ല. ഏതായാലും ലാലിന്റെ അറിവ് ഉപയോഗിച്ച് ഇന്ന് കിട്ടാവുന്ന മാധ്യമങ്ങളിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നും പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്നും രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്നും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. ഛത്തീസ്ഗഡ് മുൻപ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു. ആ മധ്യപ്രദേശിൽ 1968 ഈ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഛത്തീസ്ഗഡ് സംസ്ഥാനമായപ്പോൾ അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അജിത് ജോഗിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാർ ഈ പറയുന്ന 1968 നിയമം ഛത്തീസ്ഗഡിലേക്ക് എടുത്തു മാറ്റി. ഛത്തീസ്ഗഡിൽ ആ നിയമമുണ്ട്, മതപരിവർത്തനത്തിനെതിരായ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരിലാണ് ഈ 2 കന്യാസ്ത്രീകൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത് ഞാൻ പഠിച്ചതാണ് സർ, ഞാൻ മനസ്സിലാക്കിയിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ അതിനെ എതിർക്കണം. ഭാവിയിൽ നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കണം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഷാബു പ്രസാദ്
പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ വികാരം ഉണ്ടായില്ല. ജോൺ ബ്രിട്ടാസ് ഒക്കെ നായ ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. നിങ്ങൾ പഴയകാല ചരിത്രവും പറഞ്ഞില്ല. 1968 നിയമം, അത് മധ്യപ്രദേശിൽ അന്ന് മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ താങ്കൾ പരിശോധിക്കുക. ആ നിയമത്തിനകത്ത് നിർബന്ധിത മതപരിവർത്തനം മാത്രമേ തടയുന്നുള്ളൂ. മതപരിവർത്തനം തടയുന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കാനുമുള്ള, പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ആ ഭരണഘടന ഇന്നും ഛത്തീസ്ഗഡിലും നിലനിൽക്കുന്നു, മധ്യപ്രദേശിൽ നിലനിൽക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഉടനീളം നിലനിൽക്കുന്നു. ആവശ്യമില്ലാത്ത ഇല്ല, നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട, നമ്മുടെ വിഷയം അതല്ല. പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങളും കൂടി ഒരു കാരണമാണ്. ഈ പറഞ്ഞ പാവം കന്യാസ്ത്രീകൾ, അത് പോട്ടെ, നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പാവം പാസ്റ്റർ ഉണ്ട്, തോമസ് ജോർജ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ. ഒറീസയിൽ പണ്ട് നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ നിയമം പിന്നീട് മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വന്നപ്പോഴാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അതുപോട്ടെ, നിങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ വല്ലാതെ ഈ പ്രശ്നങ്ങൾ ബജ്രംഗ് ദളൊക്കെ അഴിഞ്ഞാടുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ഒരു മിനിറ്റ് ചർച്ചയുടെ എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ലാലിനോടല്ലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ഷാബു പ്രസാദിനോടായിരുന്നു. ഷാബു പ്രസാദ്, ഞാൻ ലാലിന്റെ വിമർശനങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു. കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് ഏത് കാലത്തും പറയാം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാൻ ഷാബു പ്രസാദിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് ജാമ്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണല്ലോ. നിങ്ങൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയതിന് അനുകൂലിക്കുന്നുണ്ടോ? ഇവരെ അറസ്റ്റ് ചെയ്തതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇവർ മതപരിവർത്തനം നടത്തുന്നു എന്ന കേസ് കൊടുത്തതിന്, പ്രായപൂർത്തിയായ ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നതിനെ മനുഷ്യക്കടത്താണ് എന്ന് പറയുന്നതിനെ, രണ്ടാമത്തെ ദിവസത്തിൽ ഇത് മതപരിവർത്തനമാണ് ഈ 2 കന്യാസ്ത്രീകൾ 3 പേരുടെ പേരിൽ നടത്തിയത് എന്ന് പറയുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? ജാമ്യം നിഷേധിച്ച സമയത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിരന്തരമായി പറഞ്ഞതിനെ, ആക്ഷേപിച്ചതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ നിലപാട്? കേരളത്തിലെ BJP സഹയാത്രികൻ എന്ന നിലയ്ക്ക് ഈ 2 കന്യാസ്ത്രീകൾ കഴിഞ്ഞ 9 ദിവസമായി അനുഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ബജ്രംഗ് ദളും ഛത്തീസ്ഗഡ് ഗവൺമെന്റും കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരും ഒക്കെ എടുത്ത നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ഷാബു പ്രസാദിലേക്ക് ഞാൻ വരാം. ഷാബു പ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പാസ്റ്ററോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അറിയാനുണ്ട്. പാസ്റ്റർ ചേർന്നിട്ടുണ്ട്, തോമസ് ജോർജ്, അദ്ദേഹം ഈ ചർച്ചയിലേക്ക് ചേരുന്നു. സ്വാഗതം പാസ്റ്റർ തോമസ് ജോർജ്. എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് എന്ന് ഒന്ന് ജനങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹമുണ്ട്. ഒന്ന്, താങ്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നത് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം താങ്കൾക്കത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. താങ്കൾക്ക് രാജസ്ഥാനിൽ കഴിയാൻ പറ്റുന്നില്ല. താങ്കൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആക്രമണം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പള്ളി പോലും ഇടിച്ചു നിരത്താൻ വേണ്ടി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി അവിടെ ആളുകൾ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾക്ക് കേസാണ്. ജൂലൈ മാസം 16-ാം തീയതിയോ 17-ാം തീയതിയോ മുതൽ താങ്കൾ ആ കേസിൽ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യം രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. ഇപ്പോൾ അവർ പുറത്തിറങ്ങി. താങ്കളുടെ അവസ്ഥ എന്താണ്? ഞാൻ 22 വർഷമായിട്ട് രാജസ്ഥാനിൽ ജയ്പൂരിനടുത്ത് ദൗസ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 22 വർഷമായിട്ടും സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരും, ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് വരും. പക്ഷെങ്കിൽ ആദ്യമായിട്ട് 22 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ മാസം ജൂൺ മാസം 29-ാം തീയതി ഒരു പറ്റം ആൾക്കാർ വന്ന് ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വന്ന് ബലാത്കാരമായിട്ട് ചെരുപ്പൊക്കെ ഇട്ട് കയറി ഭയങ്കരമായിട്ട് ബഹളം വെക്കാനിടയായിത്തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കാനിടയായിത്തീർന്നു. പോലീസ് സമയത്ത് വന്ന് അവരെ പുറത്താക്കി. വളരെ മോശമായ രീതിയിൽ ജയ് ശ്രീരാം വിളിച്ച് ആക്രോശിച്ചുകൊണ്ട് ബന്ധുകരോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അവര് ബഹളം വെക്കാനിടയായിത്തീർന്നു. അതിനുശേഷം ആ ദിവസം കടന്നുപോയി, അതങ്ങ് തീർന്നു എന്ന് വിചാരിച്ചു. എൻ്റെ പേരിൽ പല അലിഗേഷനും അവർ പറഞ്ഞു. പക്ഷെങ്കിൽ 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി ഏകദേശം 500ഓളം പ്രവർത്തകര് ബജരംഗ ദളിന്റെയും RSSന്റെയും ശ്രീ ഹനുമാൻ സേനയുടെ എന്ന് വേണ്ട
പല ഗ്രൂപ്പിന്റെ ഒരുമിച്ച് ചേർന്ന് വന്ന് JCB ഒക്കെ ആയിട്ട് വന്ന് ഇടിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഏകദേശം 100ഓളം പോലീസുകാർ ആ സമയത്ത് ചർച്ചിൽ പ്രൊട്ടക്ഷൻ തന്നു. അത് ആ രീതിയിൽ ആ കാര്യങ്ങളും കഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനായിട്ട് 2 ആഴ്ചയിൽ പ്രാർത്ഥന നടത്താനിടയായി തീർന്നു. സമയം മാറ്റി രാവിലെ 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വന്നു. അതെല്ലാം കഴിഞ്ഞ് തീർന്നു, സമാധാനമായെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 15-ാം തീയതി എൻ്റെ പേരിൽ FIR ഇട്ടത്. FIR ഇട്ടെന്ന് പറഞ്ഞാൽ അത് 196 1A 196 1B 299 3532 ഈ 4 വകുപ്പുകൾ അനുസരിച്ച് എൻ്റെ പേരിൽ FIR അവർ ഇട്ടു. എനിക്ക് അവിടെ നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ട്. അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ നോൺ വെയിലബിൾ ആണ്, ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ചാണ് ഇട്ടത്. 29-ാം തീയതിത്തേക്ക് ആദ്യത്തെ ഹിയറിംഗ് വെച്ചു. അന്ന് ഒന്നും നടന്നില്ല. അത് 1-ാം തീയതിത്തേക്ക് ഇന്നലത്തേക്ക് അത് മാറ്റിവെച്ചു. ഇന്നലെ മാറ്റിവെച്ച ശേഷം പിന്നീട് ഇനി 4-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. ഇത്രയും ആൾക്കാർ ഇതുപോലെ ബഹളം വെച്ച് വന്ന ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അതേ രീതിയിൽ ബഹളം വെച്ച് പരിപാടിയായി തീർന്നു. ഞാൻ അവിടെ പ്രാർത്ഥന നടത്തുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമാണ്. ഞാൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് ചർച്ചാണ്, രജിസ്റ്റേർഡ് ബോഡിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു AG എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവരെ ധരിപ്പിച്ചു. പക്ഷെ ഇന്നലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 23-ാം തീയതി ഇവരൊരു കംപ്ലൈന്റ് എൻ്റെ പേരിൽ കൊടുത്തിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് 29-ാം തീയതി ഒരു പ്രശ്നം കൊണ്ടുവന്നു. ഈ കംപ്ലൈന്റ് എന്താണ് പാസ്റ്റർ തോമസ് ജോർജ്? ഈ കംപ്ലൈന്റ് എന്താണ്? താങ്കൾക്കെതിരെയുള്ള കംപ്ലൈന്റ്, കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കംപ്ലൈന്റ് എന്ന് പറയുന്നത് മനുഷ്യക്കടത്തും പോലീസ് ഓഫീസർമാർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇവരുടെ പേരിൽ ഒരു അലിഗേഷനും ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് നിർബന്ധമായിട്ട് എൻ്റെ പേരിൽ FIR ഇട്ടത്. ഇതുവരെ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്ന എൻ്റെ കണ്ടീഷൻ. പാസ്റ്റർ തോമസ് ജോർജ്, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. എന്താണ് താങ്കൾക്കെതിരെയുള്ള പരാതികളായി ഇവർ പറയുന്നത്? താങ്കൾ എന്ത് ചെയ്തു എന്നാണ്? ഞാൻ പണം കൊടുത്ത ആൾക്കാരെ ക്രിസ്ത്യാനിയാക്കി ഒത്തിരി 10,000-കണക്കിന് രൂപ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നു. പിന്നെ പാവപ്പെട്ടവരെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഒരു പൈസ പോലും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ അലിഗേഷനൊക്കെയാണ് എൻ്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഞങ്ങളുടെ ആൾക്കാർ വളരെ പവിത്രമായിട്ട് കരുതുന്നത് ഞങ്ങളുടെ ആരാധനാലയത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് ഇവരെല്ലാം കൂടെ വന്ന് ഇടിച്ചു കയറുകയായി തീർന്നു. ഒരമ്പലത്തിലും ഒരു ദർഗയിലും ഇങ്ങനെയൊന്നും ആരും പോകത്തില്ല. ക്രിസ്ത്യന്റെ പള്ളി ആയതുകൊണ്ട് എന്തും ആകാവുന്ന ഒരു ധാർഷ്ട്യം അവർ കാണിക്കാനിടയായി തീർന്നു. എനിവേ അതെല്ലാം CCTVയുടെ ദൃശ്യത്തിലുണ്ട്. ഞാൻ ചാനലുകളിലൊക്കെ കൊടുക്കാനിടയായി തീർന്നു. എൻ്റെ പേരുടെ ആരോപണം ഏതാണ് ഞാൻ ആൾക്കാരെ തരം പരിവർത്തനം ചെയ്യുന്നു എന്നാണ്. ഞാൻ ഒരിടത്തും ഒരു വീട്ടിലും പോകത്തില്ല, ഒരു സ്ഥലത്തും പോകത്തില്ല. എൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നു. അവിടെ ആൾക്കാർക്ക് ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് അസുഖമൊക്കെ മാറുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ പിന്നെ ആൾക്കാർ കൂടി വരും. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, താങ്കൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കളെ സഹായിക്കാൻ ഈ കാര്യത്തിൽ മറ്റ് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. താങ്കൾ ഒളിവിൽ പോകേണ്ട സാഹചര്യം എന്താണ്? താങ്കൾക്ക് സഹായങ്ങളൊന്നും കിട്ടിയില്ലേ പല ഭാഗത്തു നിന്നും? ഇവര് എപ്പോഴും പറയുന്ന എൻ്റെ പേരിൽ FIR ഇട്ടതിൽ പറയുന്നത് ഇവർ കേരളത്തിൽ നിന്ന് വന്നു. ഞാൻ എപ്പോഴും എന്നോട് അന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളം ഇന്ത്യയിൽപ്പെട്ടതല്ലേ, ഇതെന്തൊരു രീതിയിലാണ് ഇവർ പറയുന്നത്? മാർവാടികളോ രാജസ്ഥാനികളോ ഞാൻ ചോദിച്ചു, കേരളത്തിൽ വന്നവർ ജോലി ചെയ്യുന്നില്ലേ, അവർ ബിസിനസ് ചെയ്യുന്നില്ലേ? ഇങ്ങനെ ഒരു ഡിവിഷൻ ഇവർ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പിന്നെയും പറയുന്നത്. അത് എത്ര മോശമായ രീതിയാണ്. ഇന്ത്യ ഒന്നാണെന്ന് ചിന്തിച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നത്. അല്ല, അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ താങ്കൾ തേടിയിരുന്നോ? നിയമസഹായമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം താങ്കളെ സഹായിക്കണമെന്ന് പറഞ്ഞ് താങ്കൾ ആരെങ്കിലും സമീപിച്ചോ? ഇല്ല, ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് വേണ്ടി
കേസ് നടത്താൻ വേണ്ടി വക്കീലിനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്കറിയത്തില്ല, അത് ഞങ്ങളുടെ സംഘടന. ഞങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കാനോ ഇതിനെതിരെ ബഹളം വെക്കാനോ ഒന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം 70 വട്ടം ക്ഷമിക്കാനാണ്. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു കായികമായ രീതിയിലും അതിനെതിരായിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പക്ഷേ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നതായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ തോമസ് ജോർജ്, പാസ്റ്റർ തോമസ് ജോർജ്. ഷാബു പ്രസാദ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്നുതാ, പാസ്റ്റർ തോമസ് ജോർജിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റെന്താണ്? അവരുടെ സ്വാതന്ത്ര്യം, ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ അനുവദിക്കാത്ത വിഭാഗങ്ങളെ എന്തുകൊണ്ടാണ് സർക്കാർ തടയാത്തത്? അവർക്കെതിരെ കേസെടുക്കാത്തത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതപ്പോൾ ദുർഗിൽ ഉൾപ്പെടെ സംഭവിച്ച കാര്യങ്ങളിൽ ആ ബജ്രംഗ് ദൾ പ്രവർത്തകർ, പ്രത്യേകിച്ച് ജ്യോതി ശർമ്മയെ പോലുള്ളവർ ഇപ്പോഴും ഒരു നിയമത്തിൻ്റെയും നടപടിയില്ലാതെ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെ പാസ്റ്ററിനെ പറ്റി പാസ്റ്റർ തന്നെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളൂ. ഇനി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്നോ ഇനി ഇതിന് വേറെ മറ്റേതെങ്കിലും മറുവശം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഇനി ഇദ്ദേഹം പറയുന്നതാണ് 100% ന്യായമെങ്കിൽ അത് ഈ നമ്മുടെ നാട്ടിലെ നീതിന്യായ കോടതികളും അതിന്റെ നീതിന്യായ സംവിധാനവും തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാനുള്ളൂ. കാര്യം അതിന്റെ മറ്റെന്തെങ്കിലും വശം അതിനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ. ഇതിപ്പോ നമ്മുടെ ഛത്തീസ്ഗഡിൽ ആ പറഞ്ഞ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇപ്പോഴും അവിടെ അഴിഞ്ഞാടുന്നുണ്ടല്ലോ. ഇനി ഞാൻ പറയട്ടെ. ഇനി ഇവിടെ നികേഷ് എന്ത് കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ഞാൻ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വളരെ അതിശക്തമായ, വളരെ കർശനമായ മതപരിവർത്തന നിരോധന നിയമം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നിരോധന നിയമമൊക്കെ ഫോളോ ചെയ്യുന്ന, അത് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാര്യം അതൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ്. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഭീകരത ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്ന, വളരെ അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹവും സംഘടനകളും കൂടുതൽ ജാഗരൂകരാകും. അങ്ങനെ ഒരു സംശയകരമായ ഒരു സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ 2 ആദിവാസി പെൺകുട്ടികളെ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് സംവിധാനങ്ങൾ ഇടപെട്ടു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്തൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് കണ്ടപ്പോൾ അതിന് കേസെടുത്തു. അതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ സാഹചര്യത്തിന്. അല്ല, എനിക്ക് ശ്രീ ഷാബു പ്രസാദ്, ആ പറഞ്ഞതിനകത്തൊരു സംശയം. ഇതിനകത്ത് ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഇതിനകത്തുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്നുള്ളത് താങ്കൾ വിശദീകരിക്കാമോ? അതാ പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കുട്ടികളെല്ലാം ആരെ കൊണ്ടുപോകാനാണെങ്കിലും അതിന് ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതായത് നമുക്കിപ്പോ ഈ നാട്ടിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരാളെ ഡൽഹിയിലേക്ക് നമ്മൾ ജോലിക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അതിന് ചില ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ട്. അതായത് പാസ്പോർട്ട് വേണം, നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വേണം, 50,000 രൂപയുടെ ആൾജാമ്യം വേണം, ഒരുക്കണം. ഇതൊക്കെയാണോ NIA കേസാവും? ഇതാണോ അവസ്ഥ? അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പേരെ, ബംഗാളിൽ നിന്ന് എത്രയോ ആൾക്കാർ ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്. അല്ല, 3 പേരെ, ഒരു 2-3 പേര്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളവിടെ ഞാൻ സംസാരിക്കട്ടെ. നികേഷ്, താങ്കളുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ, താങ്കൾ പറഞ്ഞത് അങ്ങോട്ട് വിടുന്നുണ്ട്. ഒരു മിനിറ്റ് ഷാബുവിന് അത്രയും പറ്റില്ല. ഷാബു ഇത് മാത്രമേ പറഞ്ഞോളൂ. ഇന്ത്യയിൽ റെയിൽവേ സ്റ്റേഷനിൽ സഞ്ചരിക്കണമെങ്കിൽ അതിനെന്ത് ഷാബു പ്രസാദ് പറഞ്ഞോളൂ. ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ചോദിക്കാൻ വന്ന കാര്യമാണത്. നമുക്കൊരു 2-3 പേരെ നമുക്ക് ഈ ഛത്തീസ്ഗഡിൽ നിന്ന് കൽക്കട്ടയിലേക്കോ ഡൽഹിയിലേക്കോ വേറെ എവിടെയെങ്കിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കില്ലേ? അല്ലെ അവിടെ തന്നെ സംസ്ഥാനത്തിനകത്ത്
കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോവുകയല്ല, 18 വയസ്സ് കഴിഞ്ഞ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ആളുകളാണ്. കൊണ്ടുപോകലല്ല, 18 വയസ്സ് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഷാബു പ്രസാദ് ഇങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത്? ഷാബു പ്രസാദ് ഇങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത്? ഷാബു പ്രസാദ് ഒറ്റ മിനിറ്റ്, ഇല്ല ഷാബു പ്രസാദ് കർശനമായി ഒറ്റ മിനിറ്റ് അല്ല, താങ്കൾ പറഞ്ഞ കാര്യമാണ് ഷാബു പ്രസാദ്. ഇത് കർശനമായി ഫോളോ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ അവിടെ അത് നോക്കുന്നത് ആരാണ്? ബജറംഗ് ദൾ ആരാണോ? ബജറംഗ് ദൾക്കാരാണോ ഇത് നോക്കുന്നത്? നിയമവിരുദ്ധത ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതിന്റെ ഫോളോയിങ് ആയിട്ടുള്ള നടപടികൾ അവിടെ ഉണ്ടായി. ആരാണ് നടപടി എടുത്തത്? ബജറംഗ് ദളോ? ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ബജറംഗ് ദളാണോ? സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സംഘടനയാണോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്? സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ സമയത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ ചിലപ്പോൾ മുദ്രാവാക്യം വിളി ഉണ്ടായിട്ടുണ്ടാവും, വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കണ്ടല്ലോ അത് മുദ്രാവാക്യം വിളിയല്ല, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ദേഹോപദ്രവം, പീഡനം, തെറിവിളി. എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്? ഇവിടെ CIT ഗുണ്ടകൾ ഇവിടെ നടക്കുന്ന ലാലെ കിടന്ന് വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ കേൾക്കില്ല. ഇതാണ് കുഴപ്പം. ഒരു വക ആര് പറഞ്ഞാലും കേൾക്കില്ല, ഒരു ചോദ്യം കേൾക്കില്ല. ഈ രാജ്യത്തെ ഭരണഘടന അതിനെ കുറിച്ച് പറഞ്ഞാൽ അത് കേൾക്കില്ല, എന്തും ചെയ്യും. ഇതാണ്. എന്നിട്ട് ഈ പറയുന്ന പാസ്റ്റർമാരെയും അല്ലെങ്കിൽ കന്യാസ്ത്രീകളെയും അവരെ പിടിച്ച് അകത്തിടും. 9 ദിവസം അവർ ജയിലിൽ കിടക്കും. 9ാം ദിവസം വന്ന് അവരെ പുറത്തിറക്കി കൊണ്ടുവന്ന് ഞങ്ങളാണ് പുറത്തിറക്കിയെന്ന് പറയും. ഇതാണ് അവസ്ഥയിലേക്ക് കോടതിയിലേക്ക് കാര്യങ്ങൾ പോയി. കോടതിയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന്റെ ശരി തെറ്റുകൾ തീരുമാനിക്കാൻ ഞാനോ നിങ്ങളോ ആളല്ല. ഞാനല്ല കോടതി, നിങ്ങളല്ല കോടതി. ശരി, റിജു കാഞ്ഞുകാരൻ നോക്കൂ, ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഷാബു പറയുന്നത്. ഈ നാട്ടിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നോക്കാൻ ചില സംഘടനകൾ ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഇനി അങ്ങോട്ട് അവർ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ സഭയുടെ തലപ്പത്ത് ചില മേലധ്യക്ഷന്മാരെങ്കിലും ഇതെല്ലാം തീർന്നു, BJP ആണ് ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചത് എന്ന് പറഞ്ഞ് ഒരു നന്ദി പ്രകടനം വരെ, ഉപകാര സ്മരണ വരെ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിനൊക്കെയുള്ള സമയമായോ? കർശനമായി ശക്തമായ പ്രതികരണം നടത്തണ്ടേ ഇതിനൊക്കെ? തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മൾ ആശ്വസിക്കാവുന്ന യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ വെറുതെ ഒരു കാരണവുമില്ലാതെ 9 ദിവസം ജയിലിൽ കഴിയേണ്ടി വരിക. ജയിലിൽ കഴിഞ്ഞ ശേഷം ഉപാധികളോട് ജാമ്യം നൽകുക. ആ ഉപാധികൾ അനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. NIA കോടതിയിൽ അവർ 2 ആഴ്ചകൾ കൂടുമ്പോൾ വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകേണ്ടി വരിക. രാജ്യദ്രോഹ കുറ്റത്തിനാണ് അവർ ഇപ്പോഴും സംശയത്തിന്റെ മുകളിൽ നിൽക്കുക. അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. അവർ കൊണ്ടുപോയി എന്ന് പറയുന്ന കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് 18 വയസ്സായി എന്ന് പറയുന്നു, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് പറയുന്നു, ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് പറയുന്നു. ഇവർ പറയുന്ന ഒരു അലിഗേഷൻ നിലനിൽക്കുന്നതല്ല. എന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടതും കേസെടുക്കാൻ നിർബന്ധിച്ചതും ഈ പോലീസിംഗ് നടത്തിയതും വിചാരണ നടത്തിയതും ബജറംഗ് ദളാണെന്ന് പറയുമ്പോൾ ഇവിടെ BJP സഹയാത്രികൻ പറയുന്നത് അത് അവിടുത്തെ രീതി അനുസരിച്ച് അവിടുത്തെ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ടാവാം, അതിനൊന്നും പറയാനില്ല, അവിടുത്തെ സാഹചര്യമാണ്. ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് 18 വയസ്സായ പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ അവിടെ ഡോക്യുമെന്റേഷൻ നടത്തണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാർ ഇന്നലെ രാത്രി വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ജാമ്യം ലഭിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചു, മോദി പറഞ്ഞ വാക്ക് പാലിച്ചു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറയുന്ന ഒരു നിലപാട് എടുത്തതിന് ഞങ്ങൾ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മെത്രാന്മാരുടെ അടുത്ത് ഇവ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഈ കന്യാസ്ത്രീകൾ നിരപരാധികളായി അവരുടെ കേസുകൾ പിൻവലിക്കപ്പെട്ട് അവർ പൂർണ്ണമായും പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന
കേസുകൾ, അതായത് കഴിഞ്ഞ 2013 100ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ 8 ഇരട്ടി കേസുകൾ 2024 ആവുമ്പോൾ 800 ചില്ലാനും കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് കേസുകൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുകയാണ്. ഇവിടെ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ധരിക്കണം, എവിടെ പോകണം, ആരുടെ കൂടെ ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാൻ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരുന്ന സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ആശ്വസിക്കാൻ വകയായി വാക്കുപാലിച്ചു എന്ന് പറയാൻ സഭാ നേതൃത്വത്തിന് കഴിയുക എന്നെനിക്ക് മനസ്സിലാവില്ല. ചില ആലിഗേഷന്റെ പുറത്ത് നിൽക്കുന്ന, സംശയത്തിന് നിഴൽ നിൽക്കുന്ന ചില സഭാ നേതാക്കന്മാരെ ചില ഹിഡൻ അജണ്ടകൾ വഴി, ചില ഭീഷണിപ്പെടുത്തലുകൾ വഴി, ചില ദേശീയ അന്വേഷണ ഏജൻസികളുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില ഒത്തുതീർപ്പ്, ഒരു ധാരണകളുടെ പുറത്ത് നടത്തുന്ന ഇത്തരം അഭിനയങ്ങളും ഇത്തരം സമവായങ്ങളും ഇത്തരം പ്രസ്താവനകളും അംഗീകരിച്ചു കൊടുക്കാൻ ക്രൈസ്തവ വിശ്വാസ സമൂഹം തയ്യാറല്ല. ഞങ്ങൾ ഇതിനൊരു കൃത്യമായ നിലപാടുമായി നാളെയും ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്. എറണാകുളത്തെ പ്രതിഷേധം ഞങ്ങൾ തുടരുക തന്നെയാണ്. നാളെ ആലുവയിൽ ശക്തമായ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമാകുന്നതുവരെ ഞങ്ങൾ ഈ സംഘപരിവാർ സംഘടനകളോടും ഇവിടുത്തെ സഭാ മേലധ്യക്ഷം കാണിക്കുന്ന നയങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഭരണകൂടം ഈ തീവ്രവാദ സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ, അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന രീതികൾ, ഇത് അവസാനിപ്പിക്കാതെ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഒരു വെള്ളം ചേർക്കാനും തയ്യാറല്ല. ആശ്വസിക്കാൻ സമയമായിട്ടില്ല. നോക്കൂ, 2 കാര്യങ്ങൾ എനിക്ക് താങ്കളുടെ മുമ്പാകെ വെക്കാനുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ സംഘപരിവാറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഏതർത്ഥത്തിലാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് പറഞ്ഞു പോകേണ്ടതാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ നിലപാട് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് മറ്റൊന്നാണെങ്കിലും എന്തുകൊണ്ടൊരു ദേശീയ പാർട്ടിയുടെ ഛത്തീസ്ഗഡ് ഘടകത്തിന് വേണ്ട രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ കൊണ്ടുവന്നാൽ അത് നിങ്ങളൊക്കെ തമ്മിലുള്ള സഖ്യത്തെ അത് ബാധിക്കും എന്ന് ഞാൻ പേടിക്കേണ്ടതുണ്ടോ? ഇവിടെ ഛത്തീസ്ഗഡ് ഒരു പ്രത്യേക സ്റ്റേറ്റാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ജാഗ്രത പാലിക്കുന്ന ഒരു സ്റ്റേറ്റാണെന്ന് ഷാവു പ്രസാദ് ഇവിടെ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് ഇപ്പോൾ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അത് മറ്റൊന്നിനുമല്ല, ഇവിടെ വർഗീയത മുടിയടിച്ചിട്ടാടുന്ന, അതിന് ഭരണ സംവിധാനം എല്ലാ നിലക്കും പിന്തുണ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഛത്തീസ്ഗഡ് എന്നുള്ള നിലക്കാണ് ഛത്തീസ്ഗഡിൻ്റെ ഖ്യാതി. അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ്. ഇവിടെ ഈ സംഘപരിവാര ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലക്കുള്ള കേസെടുക്കലും അറസ്റ്റ് ചെയ്യലും മാത്രമല്ലല്ലോ. നമുക്ക് നമ്മുടെ എല്ലാം മുമ്പിൽ ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. 96-ൽ 3 ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ബീഹാറിലെ ഗുംല ജില്ലയിൽ കൊന്നത് ഈ സംഘപരിവാര ശക്തികളാണ്. നമുക്ക് ഫാദർ ഗ്രാംസ്റ്റൈൻസിൻ്റെയും മക്കളുടെയും അനുഭവം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. വാഹനത്തിനകത്ത് തീയിട്ട് കൊന്ന ചരിത്രം. അതുപോലെ ജെസ്യൂട്ട് പുരോഹിതൻ സ്റ്റാൻ സ്വാമിയെ ജയിലിലടച്ച് കൊന്നത് ഇതേ ശക്തികളാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? മദർ തെരേസയെ പോലും എത്ര അന്യായമായ നിലക്കാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇങ്ങനെ കഴിയാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കിനെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായും കണ്ടിൽ നിന്നിരിക്കാൻ വേണ്ടി കഴിയുക? BJPക്കാർക്ക് ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാഷ്ട്രീയമായിട്ട് ഏറ്റവും ഒരു ഉത്തരവാദിത്വം വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ അവർക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കാനാവുന്നത് ബാബരി പള്ളി തകർക്കുന്ന സംഭവത്തിലൂടെയല്ലേ. അതിനാവശ്യമായിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തത് ആരാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അവിടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് VP സിംഗിൻ്റെ ഗവൺമെൻറ് ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെയിട്ടത് ആരാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയിൽ ഈ പറയുന്ന മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്ന കാര്യത്തിൽ BJP ഗവൺമെൻറ് മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളുണ്ടല്ലോ. BJPയുടെ വിപത്തിനെ ചൂണ്ടിക്കാണിച്ച് അവർ ഒരു കാരണവശാലും കൈകൊണ്ടും തൊടില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്തേ കോൺഗ്രസിനാവുന്നില്ല? ഇവിടെ തന്നെ ഇതൊരു വലിയ സംഭവമായിട്ട് രാജ്യമാകെ ചർച്ച ചെയ്യുമ്പോൾ ആ സംഭവത്തിൽ അത്രമാത്രം ഗൗരവത്തിൽ ഉള്ളത് ഇതിന് നേരത്തുള്ളതിന് തുടർച്ചയാണ്. വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് അത് എന്ന് പറയാൻ വേണ്ടി അല്ലല്ലോ ഇപ്പോഴും കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ സംഭവത്തിൽ അത് ഒറ്റപ്പെട്ട കാര്യമായിട്ട് പരിഗണിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വന്നതാണല്ലോ ഈ ആൾക്കൂട്ട കൊലപാതകം, ആൾക്കൂട്ടാക്രമണം. അതുണ്ടാവുന്നത് വർഗീയ പ്രചാരണയുടെ ഫലമാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? അതിനെതിരായിട്ട്, ബജറംഗ് ദളിനെതിരായിട്ട്, സംഘപരിവാര ശക്തികൾക്കെതിരായിട്ട്, ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായിട്ട് എന്ത് നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്?
അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയല്ലേ. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യക്കകത്ത് ഏറ്റവും വിപത്കരമായി നിൽക്കുന്നത് RSS സംഘപരിവാര ശക്തികളാണ്. അവർ ഈ രാജ്യത്തിൻ്റെ മതേതര ഫാബ്രിക് തകർക്കുകയാണ്. ആളുകളെ വർഗീയ വിദ്വേഷത്തിന് മേലെ ഭിന്നിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആൾക്കൂട്ടങ്ങൾ വെച്ചുകൊണ്ട് ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഏകപക്ഷീയമായ നിലക്ക് വർഗീയ കലാപങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്നും എതിരായിട്ട് ഫലപ്രദമായി ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് മതനിരപേക്ഷവാദികളെ അകത്തിന് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സംഭവത്തിൽ ഏതെങ്കിലും നിലക്ക് അവർ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഞങ്ങളിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇവരെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് അത് ഇന്ത്യക്ക് ഹാനികരമാണെന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയൊന്നുമല്ല. പക്ഷേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ പ്രീണന നിലപാടാണ്. അവർക്ക് ഏറ്റവും പ്രധാനം അധികാര കസേരയാണ്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന വർഗീയ ശക്തികളോട് ഒളിഞ്ഞും തെളിഞ്ഞും ബാന്ധമുണ്ടാക്കുന്ന, അവർ ചെയ്യുന്ന അന്യായങ്ങളെ കാണാതിരിക്കുന്ന, അതിനെ ചെറുക്കാതിരിക്കുന്ന നിലപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ തന്നെ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ഫെഡറലിസം ഉൾപ്പെടെ തകർക്കാനുള്ള ശ്രമം നടന്നപ്പോൾ അതിൻ്റെ കൂടെയല്ലേ കോൺഗ്രസ് ഈ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കോൺഗ്രസ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ തെറ്റിൻ്റെ ഒരു കാരണം അവരുടെ കൂടി ഈ പറയുന്ന ഒരു അതിനെല്ലാം അനുകൂലമായിട്ടല്ലെങ്കിൽ പോലും എതിർക്കാതിരിക്കുന്ന നിലപാടാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിജേഷ് അരവിന്ദ്, നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമല്ല ഇത് എന്നുള്ളത് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പ്രകാശം മാഷും രാഷ്ട്രീയം പറഞ്ഞു പോയതാണ് ആ കാര്യത്തിൽ, അത് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ കാര്യത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം തന്നെയാണ്, നമുക്ക് സംശയമില്ല. നിങ്ങൾ അവിടെ പോയി അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ അവിടെ പോവുകയൊക്കെ ഉണ്ടായി. പക്ഷെ നോക്കൂ, നിങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇവിടെ സമരം കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കവിടെ ദുർഗിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. അവിടെ ഒരു സമരം ചെയ്തിട്ടില്ല. നിങ്ങൾ അവിടുത്തെ പഴയ ഭരണ പാർട്ടിയാണ്, നിങ്ങളിപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. നിങ്ങളുടെ നേതാക്കന്മാർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലതിനെ ഭയക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വർഗീയതയെ, BJPയെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അത് ചെയ്യുന്നതിന് തയ്യാറാകാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ അത് പറയണം. പറഞ്ഞിട്ട് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തണം. എന്നിട്ട് ശക്തമായി മുന്നോട്ട് പോകണം. ഇത്രയേ ഉള്ളൂ. അല്ല ഞാൻ ഒന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഒരു കളവിനെ സത്യമാക്കുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കുക. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ചെയ്ത ഈ നടപടിക്ക് എതിരാണ് എന്ന് പരസ്യമായി അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതവിടെ അവസാനിപ്പിക്കുക. പിന്നെ പ്രകാശ് മാഷിന് ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹം ശ്രീ MV ഗോവിന്ദൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. VP സിംഗ് സർക്കാരിനെ എങ്ങനെ അതിന്റെ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആവശ്യം ഷാബു പ്രസാദ് എന്ന് പറയുന്ന BJP സഹയാത്രികന്റെ മറുപടിയായിരുന്നു. ആ മറുപടിയാണ് എനിക്ക് ഇവിടെ കിട്ടേണ്ടത്. അല്ലാതെ ഇവിടെ പരസ്പരം അടിക്കുന്ന ആളുകളെയല്ല. ഞാൻ പ്രകാശം മാഷെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം? മണിപ്പൂർ 2 വർഷമായി അവിടെ കലാപം, 1 ലക്ഷം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പില. ആ സ്ഥലത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ പറന്നിറങ്ങിയ ഒരു മനുഷ്യനുണ്ട്, രാഹുൽ ഗാന്ധി. അവിടെ വെച്ച് ജോഡോ യാത്ര തുടങ്ങിയ ഒരു മനുഷ്യനുണ്ട്, രാഹുൽ ഗാന്ധി. അവിടെയുള്ള BJPയുടെ 2 MP മാരെ പരാജയപ്പെടുത്തി ഭൂരിപക്ഷം കൊണ്ട് ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഭൂരിപക്ഷം വോട്ട് ചെയ്യും എന്ന പ്രത്യയശാസ്ത്രത്തെ മലർത്തിയടിച്ച് 2 MP മാരെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് വിജയിപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് മണിപ്പൂർ. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുമ്പോൾ BJP സർക്കാർ ഇന്ന് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ, വോട്ടർ പട്ടികയെ ഇല്ലാതാക്കുന്ന പ്രക്രിയക്കെതിരെ അങ്ങേയറ്റം സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പിറകിൽ നിന്ന് കുത്താൻ തോന്നുന്നതെന്ന ഒരു വലിയ ചോദ്യമാണ്. എനിക്ക് ആവശ്യം ഷാബു പ്രസാദിന്റെ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടോ, ജോഹന്നാസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധി പോയി 1ാം ക്ലാസ് ടിക്കറ്റ് എടുത്തപ്പോ അവിടുന്ന് ഇറക്കി വിട്ട ബ്രിട്ടീഷുകാരന്റെ മനസ്സിൽ വെച്ചല്ലേ ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് ഛത്തീസ്ഗഡ് ഒരു പ്രത്യേക സംസ്ഥാനമാണ് എന്നും അവിടെ യാത്ര ചെയ്യണമെങ്കിൽ ചില ആളുകളുടെ കൺസെന്റ് വേണമെന്നും ഒരു മനുഷ്യൻ, ഒരു BJP സഹയാത്രി ഇവിടെ വെച്ച് പറയുന്ന സമയത്ത് അതിനോടല്ലേ നമ്മൾ 4 ചോദ്യം ചോദിക്കേണ്ടത്? മിസ്റ്റർ ഷാബു പ്രസാദ്, നിങ്ങളോട് ചോദിക്കട്ടെ, 3 മാസം മുമ്പ് ഇന്ത്യ രാജ്യത്തെ പഞ്ചാബിലെ അമൃത്സറിനകത്ത് ഒരു വിമാനം വന്നു നിന്നിരുന്നു. ആ വിമാനത്തിനകത്തുള്ള ആളുകളുടെ കാല് ബന്ധിച്ചിരുന്നു. ആ കാല് ബന്ധിച്ചിരുന്ന ആളുകളെ കൊണ്ടുവന്നത് മോദിയുടെ സുഹൃത്ത് ട്രംപ് ആയിരുന്നു. ആ ഒരു പ്രതിഷേധം, നിങ്ങൾ പറഞ്ഞ ഒരു പ്രതിഷേധം, സാഹചര്യങ്ങളുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായോ? പച്ച മനുഷ്യനെ, മലയാളിയെ, ഇന്ത്യക്കാരനെ കാലിൽ ചങ്ങലയിട്ട് അമേരിക്കയിൽ നിന്ന് കടത്തി ഇവിടെ കൊണ്ടുവന്നപ്പോ ഒന്ന് മിണ്ടിയോ? നിങ്ങൾ ഒന്ന് മിണ്ടി? അവിടെയാ നിങ്ങൾ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീയോടൊപ്പം പ്രായപൂർത്തിയായ 3 ആളുകളെ കണ്ടപ്പോ സംശയാസ്പദമായ രീതിയിൽ ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ തടഞ്ഞു വെച്ചു, പ്രതിഷേധം വന്നു. ഞാൻ ഷാബു പ്രസാദിനോട് ചോദിക്കുന്നത്, ഷാബു പ്രസാദ് കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ 4 ആളൊപ്പം സഞ്ചരിക്കുമ്പോ 4 ആൾ ചുറ്റും കൂടി പ്രകടനം വിളിച്ച് എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ആ നിങ്ങൾക്കുള്ള അതേ അവകാശം ആ കന്യാസ്ത്രീകൾക്കില്ലേ?
അവര് ഒരു വസ്ത്രമിട്ടത് കൊണ്ടാണോ, മതചിഹ്നം ഉള്ളത് കൊണ്ടാണോ അവരോടൊപ്പം 3 പേർക്ക് ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കാൻ അവകാശമില്ലാത്തത്? ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുന്ന അവകാശത്തെ നിഷേധിക്കുന്ന ഈ ഗവൺമെന്റിനോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നാ ചോദിച്ചത്. നിങ്ങൾ എപ്പോഴും പറയണ്ടല്ലോ ഞാൻ ബി ജെ പി അല്ല എന്നാണല്ലോ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക്, സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. അല്ലാതെ ആട് പട്ടി ചന്തയ്ക്ക് പോയ കഥയല്ല വേണ്ടത്. നിങ്ങളുടെ നിലപാടെന്താ? ഇന്ത്യ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനകത്ത് 3 ആൾ പോയപ്പോ അതിനെ തടഞ്ഞു വെച്ച് കേസെടുത്ത് 9 ദിവസം ജയിലിലിട്ട കള്ളക്കഥകൾ ഉണ്ടാക്കിയ അവരോടുള്ള നിങ്ങളുടെ നിലപാടെന്താ? എസ് എ സിറ്റിസൺ എന്താ നിങ്ങളുടെ നിലപാട്? അതെ, ബി ജെ പി അല്ല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് വളരെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ബി ജെ പി ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചതുപോലെ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് കാണിക്കാൻ അവിടെ പോകേണ്ടി വരും, പിന്നെ നാടകം കളിച്ചു എന്ന് പറഞ്ഞ് പിണങ്ങി ഇങ്ങോട്ടേക്കും വരേണ്ടി വരും. ബി ജെ പി അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളയമില്ലാതെ ചാടാനുള്ള സൗകര്യമുണ്ട്. ഓരോരുത്തർക്കും പരമാവധി 1 മിനിറ്റ് വീതം. ഏറ്റവും ആദ്യം ഷാബു പ്രസാദ്, നോക്കൂ, നമ്മൾ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ നാട്ടിൽ ഇങ്ങനെയൊന്നും നടന്നതായി അറിയാത്തതായി 2 പേർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലെ? ഒന്നും മനസ്സിലാക്കാത്തതായി പറഞ്ഞത് ഒന്ന് ജോർജ് കുര്യൻ, മറ്റൊന്ന് സുരേഷ് ഗോപി. ജോർജ് കുര്യൻ അറിഞ്ഞ അത്രയും പോലും സുരേഷ് ഗോപി അറിഞ്ഞതായിട്ട് കാണുന്നില്ല. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒന്നും പറയാത്തത് കൊണ്ട് അവർ രാജിവെക്കണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. രാജിവെക്കുമോ? ചുരുങ്ങിയ പക്ഷം മാപ്പെങ്കിലും പറയണ്ടേ? രാജിവെക്കുക, അതൊക്കെ ആവശ്യപ്പെടാനൊക്കെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നാളെ സൂര്യൻ കിഴക്കുതിക്കരുതെന്ന് വരെ ചിലപ്പോൾ ജോൺ ബ്രിട്ടാസ് ചിലപ്പോൾ ആവശ്യപ്പെട്ടു എന്ന് വരും. അതൊക്കെ പോട്ടെ, അതൊക്കെ ആ തമാശകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതല്ലേ. പിന്നെ ഇവിടെ ഈ നിജേഷ് അരവിന്ദ് പറഞ്ഞ ഈ നാട്ടിലെ നിയമമാണ് നിജേഷ് ഇത്. ഇന്ന് അവർക്ക് ജാമ്യം കിട്ടി, പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഈ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഭരിച്ചപ്പോഴും ആ നിയമം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് നിങ്ങളുടെ സർക്കാർ കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകൾ ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് നിങ്ങളുടെ സർക്കാരുകളാണ്. ആ നിയമത്തിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കേസ് റദ്ദാക്കിയിട്ടുണ്ട്. കേസ് ഇപ്പോഴും അവിടെയുണ്ട്. ആ കേസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അതൊരു അന്യായമായ നിയമമാണെങ്കിൽ അത് നിങ്ങളുണ്ടാക്കിയ നിയമമാണ്. നിങ്ങളുണ്ടാക്കിയ നിയമത്തിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് അത് തെളിയിക്കേണ്ട, അത് ശരിയാണ്. നിജേഷ് താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. നിജേഷിന്റെ സമയമാണ്. ആരുടെ പേരിലും കേസെടുക്കാം ഇന്ത്യ രാജ്യത്ത്, ആരുടെ പേരിലും കേസെടുക്കാം. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾ ഇന്നത് ചെയ്തു എന്ന് ഒരാൾ പരാതി കൊടുത്താൽ അതിന് FIR ഇടാം, കേസെടുക്കാം, ജയിലിലടയ്ക്കാം, ബാക്കിയൊക്കെ വിചാരണ കഴിയട്ടെ എന്നാണ് പറയുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 3 പേരെ കാണുന്നു, തടഞ്ഞു വെക്കുന്നു, ആൾക്കൂട്ട വിചാരണ നടക്കുന്നു, മർദ്ദിക്കുന്നു, പോലീസ് വിളിക്കുന്നു, പിടിച്ചു കൊണ്ടുപോകുന്നു, അകത്തിടുന്നു, FIR ഇടുന്നു. പോരാ എന്ന് തോന്നി 3-ാമത്തെ ദിവസം വീണ്ടും FIR വകുപ്പ് കൂട്ടിയിടുന്നു, ജയിലിടുന്നു, ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അത് ഇന്ത്യ രാജ്യത്തെ നിയമമല്ല, നീതിയുടെ നിഷേധമാണ്. ഈ 9 ദിവസം ആളുകളെ ജയിലിലിട്ടത് നീതിയുടെ നിഷേധമാണ്. അതാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 500-ലധികം മാധ്യമ പ്രവർത്തകർ, 100-കണക്കിന് മത പ്രചാരകർ, ഇവരെയൊക്കെ ജയിലിനകത്തിട്ട ഒരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനെതിരെയുള്ള വികാരമാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത്. അവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല, ഈ ജനതയുടെ പൗരാവകാശത്തിനെതിരെയുള്ള സ്റ്റാൻഡിനെതിരെയാണ് ഇത്. ശരി, പ്രകാശ് മാഷ്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ ഇനിയിപ്പോ ജാമ്യം കിട്ടി വന്ന സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള നിയമപരിരക്ഷയും അവർക്ക് വേണ്ട പിന്തുണയും നൽകേണ്ടതുണ്ട്. അത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേസമയം രാജ്യത്ത് ഈ പറയുന്ന പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇനി ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രിഞ്ച് എലിമെൻസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നവർ ആരാണെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ശക്തമാകേണ്ടി വരും കാര്യങ്ങൾ. ഇതേ കോടതി ഒരാഴ്ച മുമ്പ് 2 കന്യാസ്ത്രീകൾക്ക് NIA കോടതി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ ജില്ലയിൽ അവിടെയുള്ള JMFC കോടതിയും അതുപോലെ സെഷൻസ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയും അവർക്ക് ജാമ്യം നൽകാതിരുന്നിട്ട് കഴിഞ്ഞ ആഴ്ചയാണത്, ഒരാഴ്ച മുമ്പ്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സംഭവമേ അല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘപരിവാര ശക്തികൾ തങ്ങൾക്ക് അധികാരം കിട്ടിയിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഉപയോഗിച്ച് ന്യൂനപക്ഷ വേട്ട നടത്തുന്നതിന് ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ കാര്യം. ഇവിടെ ഒരു കാര്യം ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, എന്തോ ഈ പറയുന്ന BJPക്കാർ ക്രിസ്ത്യാനികളെല്ലാം രക്ഷിക്കും എന്ന് വിചാരിച്ച് നടന്ന കുറേ ആളുകൾക്ക് BJPയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ ഇത് സഹായകമായിട്ടുണ്ട്. എന്നാലും പൂർണ്ണമല്ല, അത് ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്.
ഇപ്പോൾ പുൽക്കൂടുകൾ കത്തിക്കുകയും പള്ളി ആക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുർബാനക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പാർട്ടി ഓഫീസ് അനുവദിച്ചു കൊടുത്ത പാർട്ടിയായി പാർട്ടി. മതനിരപേക്ഷതക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഈ പറയുന്ന ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും ഇടപെടും എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾ എവിടെയും ഇടപെടും ഞങ്ങളുടെ കരുത്തിനൊത്ത്. എന്നാൽ മതനിരപേക്ഷക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന എല്ലാ ശക്തികൾക്കും ഇനി ആവുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. അതുകൂടി നമുക്ക് കാണാനാവണം. ശരി, റിജു കാഞ്ഞുകാരൻ, അവസാനമായി താങ്കളോടാണ് ചോദിക്കുന്നത്. നോക്കൂ, മതമേലധ്യക്ഷന്മാർ ശക്തമായി ഇടപെട്ടിട്ടില്ല, അവർ പറയേണ്ടത് പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് എല്ലാ സംഘടനകളുടെയും കോൺഗ്രസിൻ്റെയൊക്കെ യുവജന പ്രവർത്തകർ പറയുന്നത് പോലെ കണ്ടാൽ മതിയോ? നിങ്ങളും അങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്? അതോ നിങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണോ? ഈ കാര്യത്തിൽ മിണ്ടാത്ത കേന്ദ്രമന്ത്രിമാരിവിടെയുണ്ട്, BJPയുടെ മന്ത്രിമാർ ഇവിടെയുണ്ട്. നിങ്ങളുടെ നിലപാടെന്ത്? അതുപോലെ നിങ്ങൾ ഈ കാര്യത്തിൽ ഈ മതമേലധ്യക്ഷന്മാർ വേണ്ട നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് കാണിക്കാൻ പോകുന്നത്? ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ നിങ്ങളുടേതായ ചില പിന്തുണകൾ നൽകേണ്ടി വരുമല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃത്യമായ നിലപാടുണ്ട്. ഇതിനു മുമ്പും ഈ മതമേലധ്യക്ഷന്മാർ അവർ NIAയും EDA കാണിച്ച് പേടിച്ചപ്പോൾ അവർ നിലപാടുകൾ മയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അന്നും ശക്തമായ നിലപാടുമായി തന്നെ മുന്നോട്ട് പോയവരാണ്. ഇനിയും ഞങ്ങളുടെ നിലപാടുമായി തന്നെ കൃത്യമായി മുന്നോട്ട് പോകും. ഇവിടുത്തെ ഒരു സാധാരണ പൗരന് ഭരണഘടന അനുശാസിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നിലപാടിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഞങ്ങൾ ആർജിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം സഞ്ചരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അത് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാനും അൽമായ മുന്നേറ്റത്തിന് ഒരു മടിയുമില്ല. ആ കാര്യത്തിൽ പിതാക്കന്മാരുടെ മെത്രാന്മാരുടെ നിലപാടിനോടൊപ്പമല്ല ഞങ്ങൾ. മെത്രാന്മാർക്ക് ഒരോട്ടാണെങ്കിൽ അതേപോലെ തന്നെ ഓരോ വിശ്വാസിക്കും ഓരോ വോട്ട് തന്നെയാണുള്ളത്. ക്രൈസ്തവ വിശ്വാസ സമൂഹം മെത്രാന്മാർ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു വിഡ്ഢി സമൂഹമല്ല എന്ന് കൂടി ഉറക്കെ. അപ്പോൾ ആരെങ്കിലും ഒക്കെ സമർപ്പിക്കുന്ന കിരീടവും ചില സ്വർണ്ണ നേർച്ചയും ഒക്കെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നവരാകില്ല ഇനി അങ്ങോട്ട് സഭാ നേതൃത്വവും സഭയും വിശ്വാസികളും എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. ഈ അനുഭവിച്ചത് വല്ലാത്ത അനുഭവമായി പോയി. അതിൻ്റെ കൂടെ നിന്നത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ചോദ്യം ചോദിച്ച് കേട്ട ചില കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒന്നും മിണ്ടാതെ പോയവരെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ മിണ്ടിയവരും ശബ്ദമുണ്ടാക്കിയവരും കൂടെ നിന്നവരും ആരൊക്കെയാണ്, അവർക്കൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്നാണ് ഇനി ആളുകൾ നോക്കുക. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. പ്രകാശ് മാസ്റ്റർ, നിജേഷ് അരവിന്ദ്, ഷാബു പ്രസാദ്, റിജു കാഞ്ഞുകാരനൊപ്പം പാസ്റ്റർ തോമസ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.